ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അക്വാ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മോളി ഫിഷിനെ കുറിച്ചാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് മോളി ഫിഷിൻ്റെ ബ്രീഡിങ് എങ്ങനെയാണ്, അതിൻ്റെ മെയിൽ ഫീമെയിൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, പിന്നെ അതിനെങ്ങനെ കെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ മോളി ഫിഷിനെ കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളി ഫിഷിനെ കുറിച്ച് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ല ഫിഷാണ് മോളീസ്. ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ടൊരു കെയർ കൊടുത്ത് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെ വളർത്തിയെടുക്കുന്നത് നമുക്ക് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്ന് കേരളത്തിൽ 10 കൂടുതൽ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് മോളീസും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ മോളീസിനെക്കാട്ടിയും കൂടുതൽ കെയർ നമ്മൾ ഹൈബ്രിഡ് മോളീസിന് കൊടുക്കേണ്ടി വരും. അതെന്താ വെച്ചാൽ സാധാരണ മോളീസിനെക്കാട്ടിയും ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും ഈ ഹൈബ്രിഡ് മോളീസിന്. അപ്പോൾ നമ്മൾക്ക് അവർക്ക് നല്ല രീതിയിൽ കെയർ ചെയ്തെടുക്കേണ്ടി വരും. ഈ ഫിഷിൻ്റെ വാട്ടർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ pH ആണെങ്കിൽ 6 മുതൽ 8.5 വരെയും, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആണെങ്കിൽ 22 മുതൽ 26 വരെയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് സ്യൂട്ടബിളായിട്ട് വളർത്താൻ പറ്റിയ ഒരു ഫിഷാണ് മോളി ഫിഷ്. കൂടാതെ ഈ ഫിഷ് കൂടുതൽ അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ടാങ്കിൽ ഇട്ട് വളർത്താൻ പറ്റിയൊരു ഫിഷ് തന്നെയാണ്. അതായത് പ്ലാറ്റി, ഗപ്പി, സോട്ടയിൽ, സക്കർ ഫിഷ് ഇതിൻ്റെ ഒന്നും കൂടിയിട്ട് വളർത്തുന്നതുകൊണ്ട് മറ്റൊരു ഫിഷിനോ അതായത് ഈ ഫിഷിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ മോളി ഫിഷിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് 3 രീതിയിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്ന രീതി എന്താ വെച്ചാൽ ഫിഷിൻ്റെ ബോഡി ഷേപ്പ് വെച്ചാണ്. അപ്പോൾ സ്ലിമ്മായിരിക്കുന്ന ഫിഷുകളൊക്കെ ആൺമത്സ്യം, അതുപോലെ തന്നെ വയറ് കുറച്ച് ബൾജായിട്ടും അതുപോലെ തന്നെ കുറച്ച് ഫാറ്റായി നിൽക്കുന്നതൊക്കെ പെൺമത്സ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതാ ഒരു വൈറ്റ് മോളിയുടെ കേസ് തന്നെ നോക്കുമ്പോൾ കണ്ടോ, ഈ ഫിഷിനെ കണ്ടോ, നല്ല സ്ലിമ്മായിരിക്കുന്ന ഫിഷാണ്. അത് ആൺമത്സ്യം. അതുപോലെ തന്നെ കണ്ടോ കുറച്ച് ഫാറ്റായി നിൽക്കുന്നത് പെൺമത്സ്യമാണ്. ഇതാണ് ഫസ്റ്റ് വേ, നമുക്ക് നോക്കാൻ പറ്റിയ ഫസ്റ്റ് വേ ഇതാണ്. പിന്നെ രണ്ടാമത്തെ വേ നോക്കാൻ പറ്റിയത് ഒരു ആൺമത്സ്യമാണിത്. അപ്പോൾ ആൺമത്സ്യത്തിന്റെ മുകൾ വശത്തായിട്ട് ഒരു ടൈലുണ്ട് കണ്ടോ. ഇത് ആൺമത്സ്യത്തിന് മാത്രമേ ഉണ്ടാവൂ, പെൺമത്സ്യത്തിന് ചെറുതായിരിക്കും. ആൺമത്സ്യത്തിന്റെ ബേക്ക് വശത്തോളം വന്നിട്ടുണ്ടാവും. ഇതാണ് ആൺമത്സ്യം. ഇതിന്റെ പെൺമത്സ്യത്തിന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ആൺമത്സ്യം പെൺമത്സ്യമാണ്. അപ്പുറത്തെ സൈഡ് നിൽക്കുന്നത് ആൺമത്സ്യം, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നിൽക്കുന്നത് പെൺമത്സ്യമാണ്. രണ്ടിന്റെ സൈസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ. പക്ഷെ നമുക്ക് ഈ വേ വെച്ച് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ആൺമത്സ്യമാണോ പെൺമത്സ്യമാണോ എന്ന്. ചില കേസുകളിൽ ആൺമത്സ്യം കുറച്ച് വലുതായിരിക്കും, പെൺമത്സ്യം ചിലപ്പോൾ ചെറുതുമായിരിക്കാം. അപ്പോൾ ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ശരിക്കും ട്രൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു വേ ആണ് ഇതിന്റെ അടിയിൽ വരുന്നൊരു ഫിന്ന്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ആൺമത്സ്യമാണ്. ആൺമത്സ്യത്തിന്റെ അടിഭാഗത്തായിട്ട് 2 ഫിന്നുണ്ടാവും. അപ്പോൾ ഈ ബേക്ക് വശത്തുള്ള ഫിന്ന് കൂർത്തിരിക്കും, ഒരു ആരോ രൂപത്തിൽ കൂർത്തിരിക്കും. ഇതാണ് ആൺമത്സ്യം. പിന്നെ പെൺമത്സ്യത്തിന്റെ കേസാണെങ്കിൽ പെൺമത്സ്യത്തിന്റെ അവിടെ കണ്ടോ ഒരു ചെറിയൊരു ഫിന്നാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫിന്നുണ്ടാവും. 2 ഫിന്നുണ്ടാവും, ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട്. അപ്പോൾ അത് പെൺമത്സ്യം, മറ്റേത് ആൺമത്സ്യമാണ്. ഇതിന്റെ ബ്രീഡിംഗ് രീതി എങ്ങനെയാ വെച്ചാൽ ഗപ്പിയുടെ അതേ സ്വഭാവ സവിശേഷതയുള്ള ഒരു ഫിഷ് തന്നെയാണ് മോളി ഫിഷ്. അതുകൊണ്ട് കുട്ടികളെ കഴിക്കുന്ന ഒരു രീതി ഇവയ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീഡിംഗ് കേജോ അതുപോലെ തന്നെ ഫിഷുകൾക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള ഫോക്സ് ടെയിലോ അതോ ഹൈഡ്രില്ലയോ ഉണ്ടെങ്കിൽ നമ്മളത് ഒരു ബ്രീഡിംഗ് ടാങ്കുകളിൽ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ വെച്ചു കൊടുത്തത് കുറച്ച് പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് വെച്ചിട്ട് ഇതിലേക്ക് ഫിഷിനെ ഇളക്കി വിടുക ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മുടെ ഫിഷിനെ ഇളക്കി വിടുന്നു. അപ്പൊ ഇതാണ് മോളി ഫിഷിന്റെ കുട്ടികള്. 10 മുതൽ 60 കുട്ടികളെ വരെ ഒരു മോളി ഫിഷ് പ്രസവിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ബ്രീഡിംഗ് കേജ് ആക്കുകയാണെങ്കിൽ ഗപ്പി ഫിഷിനെ വെക്കുന്നതിനെക്കാട്ടിയും വലിയ നെറ്റുകൾ യൂസ് ചെയ്യണം. അതെന്താ വെച്ചാല് നമ്മുടെ ഗപ്പി ഫിഷിന്റെ കുട്ടികളെക്കാളും 3 ഇരട്ടി 4 ഇരട്ടിയോളം വലുപ്പമുണ്ട് മോളി ഫിഷിന്റെ കുട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.